ഹേ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞമ്മക്ക് ഒരു കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പി കണ്ടാലോ? നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് നമുക്കിന്ന് കാണട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു 2-3 ഉരുളക്കിഴങ്ങ്, നമുക്ക് ഇപ്പൊ തോനെ കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തോനെ ഉരുളക്കിഴങ്ങ് എടുക്കുക, കുറച്ച് കട്ട്ലേറ്റ് മതിയെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക. അപ്പോൾ 2-3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഉപ്പിട്ടിങ്ങാണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഉടച്ച് എടുത്തിട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം വഴറ്റി എടുത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങിലേക്ക് ഈ സവാളയും പിന്നെ ആക്കി ഞാൻ പറഞ്ഞ അതൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ വഴറ്റി എടുത്ത സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടോ. അതിന് ശേഷം ചിക്കന് പൊരിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് മിക്സിയിൽ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കന് കുറച്ച് തോനെ എടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും, കുറച്ചാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ച് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി കട്ട്ലേറ്റ് തിന്നട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്താക്കാം, നേരെ നമുക്ക് ഒരു കോഴിമുട്ട എടുക്കുക. ഒരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നല്ല ലൂസിൽ ആക്കി വെക്കുക. എന്തിനാ വെച്ചാൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഇതുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെത്, അത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഇതിലിട്ട് മുക്കുകയാണ് ചെയ്യുക. അപ്പം അതിനും വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അതിൽ പിടിക്കാൻ കൊളുത്തി വരെ നല്ല ലൂസിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നണമെങ്കിൽ ഒരു കോഴിമുട്ട മതിയാവുന്നു, കാരണം ഞാനിപ്പോൾ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾ തോനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 കോഴിമുട്ടയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒക്കെ നിങ്ങളെ ഇഷ്ടപ്രകാരം എടുക്കുക. പിന്നെ ഞാനെന്താ അടുത്ത് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അപ്പോൾ ബ്രെഡ് ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസും റെഡിയായി, പിന്നെ നമ്മളെ കോഴിമുട്ട റെഡിയായി, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ ബാറ്റർ റെഡിയായി. അപ്പം ഇനി നമുക്ക് നേരെ കയ്യിലിട്ടുങ്ങാണ്ട് നന്നായിട്ട് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് കിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ മൂടിയോ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഈ നമ്മളെ ബോട്ടിലിന് മൂടിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ആക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുട്ടോ. ജസ്റ്റ് ഒരു എണ്ണ എന്തെങ്കിലും തടവി കൊടുത്ത് കാണ്ടി, അഥവാ അവിടുന്ന് വിട്ട് പോന്നില്ലെങ്കിൽ എണ്ണ ഇതാക്കിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഷേപ്പിലാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിമുട്ടൻ്റെ ബാറ്ററിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ടുങ്ങാണ്ട് മുക്കിയെടുക്കുക. അങ്ങനെ ആ പ്രൊസീജിയർ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ചെയ്യട്ടോ. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് എന്താക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോഴിമുട്ടയും ബ്രെഡ് ക്രംസും തമ്മിൽ എന്താക്കാം മിക്സ് ആക്കി എടുക്കുക. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ഈ കട്ട്ലേറ്റിന് ഭയങ്കര ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിങ്ങാണ്ട് നമുക്ക് എന്താക്കാം ഒക്കെ സെറ്റാക്കി എടുക്കട്ടോ. അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് തോനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഒരു പാൻ അടുപ്പത്ത് വെക്കട്ടോ. പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ കട്ട്ലേറ്റ് വീതം നമ്മൾ വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഏകദേശം ആയി വരുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി. സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ. തീ തോനെ കത്തിച്ചുമ്പോൾ ഇതായി പോകും, കരിഞ്ഞോ. അപ്പം കരിയാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സിമ്മിലിട്ടുങ്ങാണ്ട് ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താക്കാം, അത് ഇങ്ങോട്ട് എടുത്തിട്ട് സെക്കൻഡ് ട്രിപ്പിലേക്ക് നമുക്ക് ഇതാക്കി കൊടുക്കാം. ഇതും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഭാഗം ആയി കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഭാഗം ആക്കി കൊടുക്കുക. സിമ്മിലിട്ടുങ്ങാണ്ട് ഇത് തയ്യാറാക്കാൻ നോക്കട്ടോ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ഇത് കൊണ്ടേ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും
ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയാം. ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.